ഹായ് ഓൺ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബനാറസിയിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാരിയാണ് വരുന്നത്. ഒരുപാട് പേര് ഷോപ്പിലൊക്കെ വന്നിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബനാറസി സാരി കോൺട്രാസ്റ്റ് ബേസിൽ വരുന്നുണ്ട്, സിംഗിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. ബനാറസി സാരിയെ കുറിച്ച് നമുക്ക് അധികം എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഉടുക്കാനായിട്ട് അത്രയും കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല രസമായിട്ട് നമുക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊരു ലുക്ക് തരുന്ന സാരി തന്നെയാണ് കേട്ടോ. നമ്മുടെ സാരി വരുന്നത് ഇതുപോലെയാണ്. ഇതിനകത്ത് ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡ്, സിൽവർ ബ്ലാക്ക് കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ബുട്ട വീവിംഗ് ആണ് പോകുന്നത്. ഇതാണ് അതിന്റെ ക്ലോസ് ഓഫ് വ്യൂ വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ. സാരി ബോഡി കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ തന്നെ വരുന്നു. ബോർഡർ വരുന്നത് സിമ്പിൾ ആയിട്ട് ചെറിയൊരു ബോർഡറാണ് വരുന്നത് ഇതിനകത്ത്. ഒരുപാട് വലിയ ബോർഡർ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ ബോർഡർ വരുന്നു. ഓപ്പോസിറ്റ് സൈഡും സെയിം തന്നെയായിട്ട് വരുന്നു. സാരിയുടെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. കാരണം അത്രയും നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ഒരു കമൻറ്റ് പറഞ്ഞ ഒരു സാരിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പം നല്ല ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ വരുന്നു. ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ബ്രോക്കേഡ് ബ്ലൗസിൻ്റെ അതേ ഫീൽഡ് തന്നെയാണ്. ആ സെയിം ചെറി തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൗസ് പീസിൽ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് നമ്മൾ നേരത്തെ ചെയ്തതിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2110 ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ. പിങ്ക് കലർന്ന റെഡ് ആണ്. ഭയങ്കര ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് കണ്ണിൽ കുത്തുന്ന ആ ഒരു കളർ ഷെയ്ഡ് അല്ല. നല്ല രസമുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല ഭംഗിയായിട്ടുള്ള കളർ ഷെയ്ഡാണ്. നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വെയർ ചെയ്തിട്ട് ഒരു ഫംഗ്ഷനോ വെഡിങ്ങിന് ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാലും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സാരി തന്നെയാണ്. കാരണം അത്ര ഭംഗിയാണ് ഇത് കൊടുത്തു കഴിയുമ്പോൾ. ഇതാ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ സെയിം തന്നെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് വരുന്നത് വളരെ ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ. ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഇതിൽ ചെറിയ വ്യത്യാസം ബോർഡറിൽ വരുന്നുണ്ട്. ആ ഒരു ബുട്ട വീവിയിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ വളരെ ചെറിയ ഒരു ബോർഡറാണ് വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡറായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ബുട്ട വരുന്നത് ചെറിയൊരു ലീഫിൻ്റെ ഒരു പാറ്റേണിലാണ് ബുട്ട അതിൻ്റെ വീവിങ് പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ വളരെ ചെറുതായിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. ബോഡി വരുന്നത് ഇങ്ങനെ. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെ. മുന്താണി എപ്പോഴും ഹെവി ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ഇതാണ് മുന്താണി വരുന്നത്. നല്ല ഭംഗിയായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ഹെവി ആയിട്ട് തന്നെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിലെ പാറ്റേൺ ഇതാണ് കേട്ടോ. നേരത്തെ കണ്ടതിന് ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് സെയിം ആണ്. 2110 ആണ് വരുന്നത്. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് കാണാം. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന സാരി ഇതാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ടാണ് സാരി വരുന്നത്. ബോഡി ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുടെ ഒരു നേവി ബ്ലൂവിൻ്റെ കൂടെ ഒരു വയലറ്റും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡ്. അതായത് നമുക്ക് ഡാർക്ക് നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു വയലറ്റ് കളറും കൂടെ അതിനകത്ത് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതുപോലെ ബോർഡർ വരുന്നത് ഒരു പിക്കപ്പ് ബ്ലൂ ഷെയ്ഡിലുമാണ് കേട്ടോ. നമുക്ക് ബോർഡർ വരുന്നത് ഇതാ ഡൗൺ ബോർഡർ വരുന്നത് ഇതുപോലെ നല്ല വീതിയുള്ള ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഈ ബോർഡർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീവിങ് അതിനകത്ത് പോകുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ ബോഡിയിൽ വരുന്ന ഒരു ബുട്ട വീവിങ് പോകുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ബോർഡർ ടോപ്പ് ബോർഡർ കുറച്ചുകൂടെ ചെറുതായിട്ട് സിമ്പിളായിട്ട് മീൻസ് വീതി കുറഞ്ഞിട്ടാണ് ടോപ്പ് ബോർഡർ വരുന്നത്. പാറ്റേൺ സെയിം ആയിട്ട് തന്നെ അതിനകത്തും വീവിങ് പോകുന്നുണ്ട്. സാരിയുടെ ഒരു വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതെങ്ങനെ വരും. ഉടുക്കാൻ അത്രയും എളുപ്പമാണ്. ഡ്രൈപ്പ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത്. ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. മുന്താണി വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പ്ലെയിൻ ആയിട്ടും ബ്ലൗസ് പീസിൻ്റെ എൻഡിൽ നമുക്ക് സ്ലീവിൽ എൻഡിൽ നമുക്ക് ബോർഡർ കൊടുക്കാനായിട്ട് പറ്റും. ചെറിയൊരു പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1849 ആണ് കേട്ടോ. 1849 ആണ് പ്രൈസ് വരുന്നത്. നമുക്കിതിൻ്റെ ഷെയ്ഡുകൾ നോക്കാം.
നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ. ഒരു ബർഗണ്ടി ഷെയ്ഡിന്റെയും ഒരു ഡാർക്ക് വൈൻ കളറിന്റെയും കോമ്പിനേഷൻ. നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ എല്ലാം. എന്ത് രസം നോക്കി ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നിൽക്കും. ഇതിനകത്ത് ആ വീവിങ് ഒക്കെ വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട്. പ്രൈസ് സെയിം തന്നെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. എപ്പോഴും ഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിന്റെയും ഒരു ബോട്ടിൽ ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷനിലാണ്. ഇത്തിരി ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. വൺ സൈഡ് ബോർഡർ ഹെവി ആയിട്ടും ടോപ്പ് ബോർഡർ സിമ്പിൾ ആയിട്ടുമാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് വരുന്നത് ബോർഡറോട് കൂടിയിട്ടാണ്. ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാ ഷെയ്ഡുകളും ഒന്നിനൊന്ന് അത്രയും നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതാണ് ബോർഡർ വരുന്നത്. ബോഡിയിൽ സെയിം ആ ബുട്ട സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പ്ലെയിൻ ആയിട്ടും ബോർഡറും കൂടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ഇതിന്റെ ബുട്ടയിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇങ്ങനെ വരുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മുന്താണി ഇതുപോലെ. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ബോഡിയിൽ വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ബോർഡർ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇതുപോലെ എങ്ങനെയാണ് വരുന്നത്. സെയിം ബുട്ട വീവിങ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്. 1849 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കിന്റെയും ഒരു നേവി ബ്ലൂ കളറിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസിലൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന കളർ ഷെയ്ഡുകളാണ് ഇതെല്ലാം വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബോർഡർ എല്ലാം വൺ സൈഡ് ഹെവി ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും വീതി കുറഞ്ഞിട്ടുമാണ് വരുന്നത്. മുന്താണിയിൽ വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡറും കൊടുക്കാൻ പറ്റും. സാരിയുടെ പ്രൈസ് വരുന്നത് 1849 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ബനാറസി സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി ഫോട്ടോസ് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.